മനോരമ പോലുള്ള പത്രങ്ങൾ മാത്രം വായിക്കുകയും ഏഷ്യാനെറ്റ് ന്യൂസ് പോലുള്ള ചാനലുകൾ മാത്രം കാണുകയും ചെയ്യുന്നവർക്ക് ഈ വാർത്ത സമർപ്പിക്കുകയാണ്. ഖുറാന്റെ മറവിലെ സ്വർണ്ണക്കടത്ത് ആരോപണം വെറും കെട്ടുകഥയാണെന്ന് കേസ് അന്വേഷിച്ച കസ്റ്റംസ് 5ാം വർഷം സമ്മതിച്ചിരിക്കുകയാണ്. കസ്റ്റംസ് ഡ്യൂട്ടി ഇളവ് നൽകിയതിനുണ്ടായിരുന്ന വ്യവസ്ഥകൾ ലംഘിച്ച് ഖുറാൻ വിതരണം ചെയ്തതിനാൽ നിശ്ചിത തുക ഡ്യൂട്ടി അടക്കണമെന്ന് കാണിച്ച് UAE കോൺസുലേറ്റിന് കസ്റ്റംസ് നോട്ടീസ് നൽകിയതോടെ പൊളിഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷവും കേന്ദ്ര അന്വേഷണ ഏജൻസികളും മാധ്യമങ്ങളും അകമടിഞ്ഞ സഹായത്തോടെ കെട്ടിപ്പൊക്കിയ ഒരു പെരും നുണ. നയതന്ത്ര ബാഗേജ് വഴി കടത്തിയ സ്വർണം കസ്റ്റംസ് പിടികൂടിയ ശേഷം സംസ്ഥാന സർക്കാരിനും CPM-നും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കെതിരെയും പെരും നുണകളുടെ മലവെള്ളപ്പാച്ചിലായിരുന്നു. സർക്കാരിനെ അട്ടിമറിക്കാനും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കുടുക്കാനും സകലമാന അന്വേഷണ ഏജൻസികളും അങ്ങോളം ഇങ്ങോളം വട്ടമിട്ട് പറന്നു നടന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഖുറാൻ വഴിയുള്ള സ്വർണ്ണക്കടത്ത്. UAE-യിൽ നിന്നും ഖുറാനിൽ സ്വർണം ഒളിപ്പിച്ചു വെച്ച് കടത്തിയെന്നായിരുന്നു കഥാസൃഷ്ടി. UAE കോൺസുലേറ്റിന്റെ അഭ്യർത്ഥന മാനിച്ച് ഖുറാൻ വിതരണത്തിന് വാഹനം വിട്ടു നൽകിയതിന്റെ പേരിൽ മുൻ മന്ത്രി KT ജലീലിനെ കള്ളക്കടത്തുകാരനായി ചിത്രീകരിച്ചു. മാധ്യമങ്ങൾ ജലീലിന് കുരുക്കു മുറുകി എന്ന നിലയിൽ തുടർച്ചയായി വാർത്തകൾ നൽകി. ജലീലിനെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തു. അതും മാധ്യമങ്ങളും പ്രതിപക്ഷവും ആഘോഷിച്ചു. നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിലെ മുഖ്യപ്രതിയായിരുന്നു സ്വപ്ന സുരേഷ്. ജാമ്യത്തിൽ ഇറങ്ങിയ സ്വപ്നയ്ക്ക് പെട്ടെന്നൊരു നാൾ ഒരു RSS സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നു. പിന്നീട് അങ്ങോട്ട് കേന്ദ്ര ഏജൻസികളും മാധ്യമങ്ങളാകെയും സ്വപ്നയുടെ സാങ്കല്പിക കഥകൾക്ക് പിറകെയായിരുന്നു. സ്വപ്നയുടെ നുണകൾ ഓരോന്നും സ്വയം രക്ഷപ്പെടാനുള്ള വ്യാജ കഥകളാണെന്ന് അറിഞ്ഞിട്ടും പുകമറ സൃഷ്ടിക്കുകയായിരുന്നു കേന്ദ്ര ഏജൻസികളും മാധ്യമങ്ങളും. BJP നേതാക്കളുടെ കയ്യിലെ പാവകളായി സ്വപ്നയും അന്വേഷണ ഏജൻസികളും മാറി. അതനുസരിച്ചുള്ള കഥകളും തിരക്കഥകളും അനുദിനം ഒഴുകിക്കൊണ്ടിരുന്നു. ബിരിയാണി ചെമ്പിൽ സ്വർണം, ഈന്തപ്പഴത്തിൽ സ്വർണം, തമിഴ്നാട്ടിൽ കാറ്റാടിപ്പാടം തുടങ്ങി എത്രയെത്ര ഇല്ലാ കഥകൾ. അതേസമയം നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ അന്വേഷണം വഴിതിരിച്ച് വിടുകയും ചെയ്തു. ആരാണ് സ്വർണം കൊടുത്തയച്ചത്, ആർക്കാണ് സ്വർണം കിട്ടിയത് തുടങ്ങിയ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഒരു മാധ്യമങ്ങളും ചോദിച്ചില്ല. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമായിരുന്നിട്ടും ആ ഭാഗങ്ങൾ ഭംഗിയായി മുക്കി. സ്വർണം കൊടുത്തയച്ചതിലെ ഒരു കണ്ണിയെ തിരിച്ചറിഞ്ഞിട്ടും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. UAE കോൺസുലേറ്റിൽ സ്വപ്നയുമായി ബന്ധമുണ്ടായിരുന്നവരും സ്വർണ്ണക്കടത്തിൽ സംശയത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരുമായ ഉദ്യോഗസ്ഥരെ രാജ്യം വിടാൻ സഹായിച്ചു. സ്വപ്നയെയും കടത്തുകാരെയും സഹായിച്ച യഥാർത്ഥ പ്രതികളെയും ഒഴിവാക്കി. ഇങ്ങനെ അടിമുടി അട്ടിമറി നടന്ന ഒരു കേസിൽ കേന്ദ്ര ഏജൻസികൾ നിലയും വിലയും മറന്ന് കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളുടെ ആന്റി ക്ലൈമാക്സ് ആണ് ഖുറാൻ വഴിയുള്ള സ്വർണ്ണക്കടത്തിന്മേൽ കസ്റ്റംസ് ഇപ്പോൾ കോൺസുലേറ്റിന് നൽകിയ ഈ നോട്ടീസ്. അന്തസ്സുണ്ടെങ്കിൽ ഈ വാർത്ത അവസാനത്തെ പേജിൽ ഒരു പെട്ടിക്കോളം വാർത്തയായെങ്കിലും നൽകാൻ മാധ്യമങ്ങൾ തയ്യാറാകണം എന്ന് ആവശ്യപ്പെടുന്നില്ല. കാരണം മാധ്യമങ്ങൾക്ക് അന്തസ്സ് എന്ന ഒന്നില്ലല്ലോ.